ന്യൂഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലമാണ് ഈ പട്ടേൽ നഗറൊക്കെ. അവിടെ ബി ജെ പി ലീഡ്, ബി ജെ പി 26 ലീഡ്, 12 ആം ആദ്മി പാർട്ടി, 1 സീറ്റിൽ കോൺഗ്രസ്. അതായത് 26 എന്ന് പറയുമ്പോൾ 22 സീറ്റും ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളാണ്. അതായത് ആം ആദ്മി പാർട്ടിയുടെ കയ്യിൽ നിന്ന് ഡൽഹി പോവുകയാണ് എന്നുള്ള ആദ്യ ട്രെൻഡുകൾ. 27 ബി ജെ പി, ആം ആദ്മി പാർട്ടി 12, കോൺഗ്രസ് 1 സീറ്റ് എന്നുള്ളതാണ്. ഈസ്റ്റ് ഡൽഹിയിൽ 10ൽ 7 സീറ്റുകളിലെ ഫലസൂചന വരുമ്പോൾ 5 സീറ്റുകളിൽ ബി ജെ പി ലീഡ് ചെയ്യുകയാണ്. ആം ആദ്മി പാർട്ടിക്ക് അവിടെ 2 സീറ്റ് ലീഡ് ചെയ്യുന്നു. 2 സീറ്റ് അവരുടെ കൈവശമുണ്ടായിരുന്ന സീറ്റുകളിൽ ഇപ്പോൾ ബി ജെ പി ലീഡ് ചെയ്യുന്നു ഈസ്റ്റ് ഡൽഹി. ഇപ്പോൾ ന്യൂഡൽഹിയിലേക്ക് വരുമ്പോൾ ന്യൂഡൽഹിയിൽ ചിത്രം വ്യക്തമാണ്. അവിടെ ആം ആദ്മി പാർട്ടിയെ കൈവിടുന്നു എന്ന സൂചന ന്യൂഡൽഹി നൽകുന്നു. ബി ജെ പി 5 സീറ്റിൽ, നിലവിൽ ന്യൂഡൽഹിയിലെ 10ൽ 10 ജയിച്ചത് ആം ആദ്മി പാർട്ടിയാണെങ്കിൽ 5 സീറ്റിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നു, 2 സീറ്റിൽ ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നു. അരവിന്ദർ സിംഗ് ലവ്ലി മുന്നിട്ട് നിൽക്കുകയാണ് അല്ലേ? അരവിന്ദർ സിംഗ് ലവ്ലി മുൻ PCC അധ്യക്ഷനാണ്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് ബി ജെ പിയിലേക്ക് പോയത്. ഗാന്ധിനഗർ ഷീലാ ദീക്ഷിത് സർക്കാരിലൊക്കെ അദ്ദേഹം മന്ത്രിയായിരുന്നു. പിന്നീട് ബി ജെ പിയിൽ ചേർന്നു, തിരിച്ച് കോൺഗ്രസിൽ വന്നു. കഴിഞ്ഞ വർഷം വീണ്ടും ബി ജെ പിയിൽ പോയി. ഏതായാലും ഗാന്ധിനഗർ മണ്ഡലമാണ് അദ്ദേഹം മത്സരിക്കുന്നത്, ലീഡ് ചെയ്യുന്നു. ന്യൂഡൽഹിയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അരവിന്ദ് കേജ്രിവാൾ പിന്നിലാണ്. അരവിന്ദ് കേജ്രിവാൾ ഇപ്പോഴും പിന്നിൽ. ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കേജ്രിവാൾ പിന്നിൽ. അതുപോലെ അടുത്ത മണ്ഡലമായ കൽക്കാജി, അവിടെ ഡൽഹി മുഖ്യമന്ത്രി അദീഷി മത്സരിക്കുന്ന മണ്ഡലം, അവിടെ അദീഷി പിന്നിൽ, ഇപ്പോഴും പിന്നിലാണ്. 2 മണ്ഡലങ്ങളിലും ആം ആദ്മി പാർട്ടി പിന്നിലാണ്. 2 VVIP മണ്ഡലങ്ങളിലും പിന്നിലുള്ളത് ജംഗ്പുരയാണ്. അവിടെ മനീഷ് സിസോദിയ ആം ആദ്മി പാർട്ടി പിന്നിൽ. 3 VVIP മണ്ഡലങ്ങളിലും സിസോദിയും കേജ്രിവാളും അദീഷിയും പിന്നിട്ട് നിൽക്കുകയാണ്. വെസ്റ്റ് ഡൽഹിയിൽ 3ൽ 3 ഫലസൂചന വരുമ്പോൾ 3 ബി ജെ പി, അത് പ്ലസ് ആണ്. അവിടെ ആം ആദ്മി പാർട്ടി ആയിരുന്നു ആ 3 സീറ്റും ജയിച്ചിരുന്നത് അല്ലെ? അതെ. മാത്രമല്ല ഇപ്പോൾ ബി ജെ പി ലീഡ് നില ഉയർത്തുന്നതായി കാണാം. 42 സീറ്റുകളുടെ ഫലസൂചന വരുമ്പോൾ ബി ജെ പി 27 സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട്. 28 ഉയർന്നിരിക്കുന്നു. 43 സീറ്റ് വരുമ്പോൾ ആം ആദ്മി പാർട്ടി 14 സീറ്റ്, കോൺഗ്രസ് 1 സീറ്റ്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇപ്പോഴും പുറകിലാണ് എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് കൂടുതൽ പ്രതിസന്ധിയാക്കുന്നത്. കേജ്രിവാൾ പിന്നിലാണ്, അദീഷി പിന്നിലാണ്, ഒപ്പം തന്നെ മനീഷ് സിസോദിയ പിന്നിലാണ്. ഒരു ഘട്ടത്തിൽ പോലും ഇതുവരെ, ഇപ്പോൾ 3/4 മണിക്കൂർ 45 മിനിറ്റ് ഏതാണ്ട് അടുക്കുന്നു, ഒരു ഘട്ടത്തിൽ പോലും ഈ 3 നേതാക്കൾക്കും ലീഡിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല ന്യൂഡൽഹി മേഖല, പ്രത്യേകിച്ച് ന്യൂഡൽഹി മണ്ഡലത്തോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ തന്നെ ആം ആദ്മി പാർട്ടിയെ കൈവിടുന്നതാണ് കണ്ടത്. മധ്യവർഗത്തിന്, സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ നിർണായകമായ മണ്ഡലം, അവിടെ ഏതായാലും ആം ആദ്മി പാർട്ടിയെ കൈവിടുന്നു, മധ്യവർഗം പൂർണ്ണമായും കൈവിടുന്നു എന്ന സൂചന കൂടി ഇപ്പോൾ ലഭിക്കുന്നു. ഏതായാലും അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും പിന്നിലാണ്. പർവേഷ് വർമ്മ അവിടെ അട്ടിമറി നടത്തുമോ? 4ാം തവണ ന്യൂഡൽഹിയിലെ പോരാട്ടത്തിൽ കേജ്രിവാളിന് കാലിടറുമോ എന്നാണ്. 28 എന്ന് പറയുമ്പോൾ 22ഉം ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റാണ്. അവിടെയാണ് ബി ജെ പി ലീഡ് ചെയ്യുന്നത്. ഇപ്പോൾ മാജിക് വാളിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. കിരൺ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് മാജിക് വാളിൽ ആ കാര്യമുണ്ട്. ബി ജെ പി ലീഡ് ചെയ്യുന്ന 28ൽ 22 സീറ്റുകളും ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളാണ്. അതായത് വലിയ നഷ്ടമാണ് ആം ആദ്മി പാർട്ടിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 16ഇടത്ത് ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ ലീഡ് ചെയ്യുന്നിടത്ത് അവരവർ ആം ആദ്മി പാർട്ടിയുടെ സീറ്റ് തന്നെ നിലനിർത്തിക്കൊണ്ട് പോവുകയാണ് അല്ലെ? ബി ജെ പിയുടെ 1-2 സീറ്റുകളിൽ മാത്രമാണ് ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നത്. പാർട്ടി കഴിഞ്ഞ കാലങ്ങളിൽ കൈവശം വെച്ചിരുന്ന വോട്ട് ബാങ്കിലേക്ക് കടന്നുകയറ്റം ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നു. കൃത്യമായ ഒരു പ്ലാൻ ഇതിനകത്ത് നടപ്പാക്കിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. കാരണം 2015-ൽ 20 നോക്കുമ്പോൾ അതിന്റെ ഒരു അകൽച്ച കുറച്ചുകൊണ്ടുവന്നു. ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവരുടെ വോട്ട് ബാങ്കിലേക്ക് പൂർണ്ണമായി ബി ജെ പി കടന്നു കയറുന്നതായി. ഏകദേശം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ അതിനെ നിയമസഭാ മണ്ഡലങ്ങളുമായി കൺവേർട്ട് ചെയ്യുമ്പോൾ 52ഇടത്ത് ബി ജെ പിക്ക് ലീഡ് ഉണ്ടായിരുന്നു. ഏകദേശം അതേ ട്രെൻഡിലേക്കാണോ പോകുന്നത് എന്നുള്ള സംശയം ഇപ്പോൾ വരുന്നുണ്ട്. എന്നാൽ അതിനടുത്തെത്തും എന്നുള്ളതാണ്. 28 സീറ്റുകളിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ 22ഇടത്ത് ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റാണ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ആ ഒരു ട്രെൻഡിലേക്ക് 29 കൂടിയിരിക്കുകയാണ്. കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ സീറ്റുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 36 എന്ന മാന്ത്രിക സംഖ്യ, അത് ലീഡിന്റെ കാര്യത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി എന്നുള്ളതാണ് ഏർലി ട്രെൻഡ്സ്. ഇതാണ് ബി ജെ പി 29 സീറ്റുകളിൽ ലീഡ്. ന്യൂഡൽഹി മണ്ഡലത്തിൽ ഇപ്പോഴും കേജ്രിവാൾ പിന്നിൽ അല്ലെ? അതെ, കേജ്രിവാൾ പിന്നിലാണ്, സിസോദിയ പിന്നിലാണ്, അദീഷി പിന്നിലാണ്. 3 പ്രധാനപ്പെട്ട നേതാക്കൾ, മുൻ മുഖ്യമന്ത്രി, നിലവിലെ മുഖ്യമന്ത്രി, മുൻ ഉപമുഖ്യമന്ത്രി, അതായത് ആം ആദ്മി പാർട്ടിയിലെ 1ാമൻ, 2ാമൻ, നിലവിലെ മുഖ്യമന്ത്രി, ഈ 3 പ്രധാനപ്പെട്ട നേതാക്കൾ. 30 ബി ജെ പി, 30 സീറ്റുകളിൽ ബി ജെ പിയുടെ ലീഡ്, 17 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിയുടെ ലീഡ്. ഈ 30 സീറ്റ് എന്ന് പറയുമ്പോൾ 23ഉം ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റാണ് എന്നുള്ള പ്രത്യേകതയുണ്ട്. അങ്ങനെയാണ് ബി ജെ പിയുടെ ഒരു മുന്നേറ്റം. പടിഞ്ഞാറൻ ഡൽഹിയിൽ ബി ജെ പി +3 ആണ്. അതായത് 6 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. 3 സീറ്റുകൾ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് പിടിച്ചെടുക്കാൻ പോവുകയാണ്. അങ്ങനെ ബി ജെ പി 30, 17, 1 എല്ലാ പ്രദേശങ്ങളിലും ഓരോ മേഖല തിരിച്ചു നോക്കുമ്പോൾ ന്യൂഡൽഹിയിൽ ഇപ്പോൾ 7ൽ 5ഇടത്തും ബി ജെ പി ലീഡ് ചെയ്യുകയാണ്. ചാന്ദ്രി ചൗക്ക് പ്രദേശത്തും അങ്ങനെ തന്നെയാണ് ബി ജെ പിയുടെ ലീഡാണ്. എന്തിന് നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ അവിടെയും ബി ജെ പിയുടെ ലീഡാണ് കാണുന്നത്. നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ ഇല്ല. നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി, അവിടെയാണ് ആം ആദ്മി പാർട്ടിയെ രക്ഷിക്കുന്നത് ന്യൂനപക്ഷ മേഖല. ഓഖ്ല അടക്കമുള്ള മേഖലകളിൽ വലിയ മുന്നേറ്റം അവർ നടത്തുന്നുണ്ട്. ഏതായാലും
48 സീറ്റ് എന്ന് പറയുമ്പോൾ ബി ജെ പി അതിൽ 30 സീറ്റ് ലീഡ് ചെയ്യുകയാണ്. കൃത്യമായും കേവല ഭൂരിപക്ഷത്തോട് ബി ജെ പി ഇങ്ങനെയാണെങ്കിൽ എക്സിറ്റ് പോളുകൾ പ്രവചനങ്ങളൊക്കെ ഒരുപക്ഷെ ശരിവെക്കുന്ന തരത്തിലേക്ക് ഒരു പ്രകടനത്തിലേക്ക് ബി ജെ പി ഈ മിനിറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാര്യം. ഒരു 45 അല്ലെങ്കിൽ 55 ഇടയിൽ നേടുമെന്ന പ്രവചനങ്ങൾ ശരിവെക്കുന്ന തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 48 സീറ്റിലെ പല സൂചനകൾ പുറത്തു വരുമ്പോൾ ബി ജെ പി 30, ആം ആദ്മി പാർട്ടി 17, കോൺഗ്രസ് 1 എന്നിങ്ങനെയാണ് കണക്കുകൾ. മാത്രമല്ല ആം ആദ്മി പാർട്ടിയുടെ മുൻനിര നേതാക്കളൊക്കെ തന്നെ ഇപ്പോഴും പുറകിൽ പോകുന്നു എന്ന കാര്യം കൂടിയുണ്ട്. സിസോദിയ പിന്നിലാണ്, കേജ്രിവാൾ പിന്നിലാണ്, ആതിഷി പിന്നിലാണ്. ആകെ മുൻനിര നേതാക്കളിൽ ഷക്കൂർ ബസ്തിയിൽ സത്യേന്ദ്ര ജെയിൻ ലീഡ് ചെയ്യുന്നു. ഒപ്പം ഗ്രേറ്റർ കൈലാഷിൽ സൗരവ് ഭരദ്വാജ് ലീഡ് ചെയ്യുന്നു. ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി മുൻനിര നേതാക്കളൊക്കെ പിന്നിൽ പോകുന്ന സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസിന്റെ ദേവേന്ദ്ര യാദവ് ഇപ്പോഴും മുന്നിലാണ് അല്ലേ? ബാദലി മണ്ഡലത്തിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുകയാണ്, ദേവേന്ദ്ര യാദവ് ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ്. ഒപ്പം തന്നെ മഞ്ജുഷ, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഒരു സീറ്റിലെ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മറ്റിടങ്ങളിൽ കോൺഗ്രസിന്റെ പെർഫോമൻസ് എന്ത് എന്നുള്ളത് നിർണായകമായിരിക്കും. കാരണം കോൺഗ്രസ് എത്ര വോട്ട് പിടിച്ചിട്ടുണ്ടെന്ന് ആശ്രയിച്ചായിരിക്കും ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയുടെ ജയപരാജയങ്ങൾ കൂടി നിർണ്ണയിക്കാൻ. ഒരു സംശയമില്ല, കോൺഗ്രസിന്റെ വോട്ടുകൾ ഇതിൽ നിർണായകമാവുകയാണോ? കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയുടെ വോട്ട് കട്ടറായി മാറിയിട്ടുണ്ടോ എന്നാണ്. 30, 18, 1 എന്നുള്ളതാണ് ഇപ്പോഴത്തെ നില. 30 സീറ്റുകളിൽ ഇപ്പോഴും ലീഡ് ചെയ്യുന്നത് ബി ജെ പി ആണ്. 18 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി, ഒരു സീറ്റിലാണ് കോൺഗ്രസ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. അതിനിർണായകമായ 49 ആവുമ്പോൾ ആം ആദ്മി പാർട്ടി 18, ബി ജെ പി 30, കോൺഗ്രസ് 1. ബി ജെ പി തുടക്കം മുതലുള്ള ആധിപത്യം ഇപ്പോൾ 45 മിനിറ്റ് പിന്നിടുമ്പോഴും തുടരുകയാണ്. ബി ജെ പി 30 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. അതിൽ തന്നെ ഭൂരിപക്ഷം സീറ്റുകളും എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ ആം ആദ്മി പാർട്ടി കൈവശം വെച്ച സീറ്റുകളാണ്. മാത്രമല്ല അവരുടെ പ്രധാനപ്പെട്ട എല്ലാ സിറ്റിംഗ് സീറ്റുകളും ലീഡ് നിർത്താൻ ബി ജെ പിക്ക് കഴിയുന്നുണ്ട്. ആം ആദ്മി പാർട്ടി 18 സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത്. കോൺഗ്രസ് ഒരു സീറ്റിൽ അവരുടെ സംസ്ഥാന PCC അധ്യക്ഷനായ ദേവേന്ദ്ര യാദവാണ് ലീഡ് ചെയ്യുന്നത് ബാദലി മണ്ഡലത്തിൽ. അങ്ങനെ 49 സീറ്റുകളിലെ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ ആം ആദ്മി പാർട്ടി 18, 30 സീറ്റിൽ ബി ജെ പി, കോൺഗ്രസ് 1. ഇതാണ് കണക്കുകൾ. ഏതായാലും കേജ്രിവാൾ ഈ ഘട്ടത്തിലും പിന്നിലാണ്. മുന്നോട്ട് വരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ 21,000 വോട്ടിന് വിജയിച്ച അരവിന്ദ് കേജ്രിവാൾ ന്യൂഡൽഹി കൈവിടുകയാണ് എന്നുള്ളതാണ് ചോദ്യം. കാരണം ആം ആദ്മി പാർട്ടിയുടെ മുഖം അദ്ദേഹം തന്നെ പുറകോട്ട് പോകുന്ന സാഹചര്യം തീർച്ചയായും ഇതൊരു തുടക്ക സമയത്ത് ഏതെല്ലാം മണ്ഡലങ്ങളിലാണോ ബി ജെ പി ലീഡ് ചെയ്യുന്നത് അതേ മണ്ഡലങ്ങളിലെല്ലാം ഇപ്പോൾ ബി ജെ പിയുടെ ലീഡ് തുടരുന്നു എന്നുള്ളതാണ്. അതായത് കൃത്യമായിട്ട് ലീഡ് നില ആ മണ്ഡലങ്ങളിൽ ഉയർത്തുന്നുണ്ട്. അതായത് ആം ആദ്മി പാർട്ടിയുടെ കൈവശമിരുന്ന സീറ്റുകളിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ ലീഡ് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു പ്ലസ് ആയിട്ട് വരികയാണ്. ബി ജെ പി ആ സീറ്റുകൾ പിടിച്ചെടുക്കുന്നു എന്നുള്ളതിന്റെ കൃത്യമായ സൂചന വരികയാണ്. അങ്ങനെയാണ് ബി ജെ പിക്ക് 30 സീറ്റുകൾ, അതിൽ 23 സീറ്റുകളും ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളാണ്. അങ്ങനെ 30, ആം ആദ്മി പാർട്ടി 18 സീറ്റുകൾ. അത് ആ മാജിക് ബോൾ പരിശോധിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും എങ്ങനെയാണ് ബി ജെ പി ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളിലേക്ക് കടന്നു കയറിയിട്ടുള്ളത് എന്ന്. കിരൺ, എങ്ങനെയാണ് മാജിക് ബോൾ പറയുന്നത് ഈ ഓരോ സീറ്റുകളും എടുത്തു നോക്കിയാൽ? ബി ജെ പി കേവല ഭൂരിപക്ഷത്തിലേക്ക് അടുക്കുകയാണ്. 6 സീറ്റുകളിൽ കൂടി അവർക്ക് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ, വിജയിച്ചു കഴിഞ്ഞാൽ 36 സീറ്റാണ് വേണ്ടത്. കഴിഞ്ഞ തവണ 8